നമസ്കാരം. എന്റെ നാടായ തൃശ്ശൂരിൽ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് സമയവും സന്ദർഭമൊക്കെ ഒത്തുവന്നത്. എന്റെ നാടിന്റെ അഭിമാനമായ ക്ഷേത്ര മൈതാനിയിലാട്ടോ ഞാനിപ്പോ നിൽക്കുന്നത്. ഒരു ക്ഷേത്രവും അതിന്റെ 4 വശങ്ങളെയും ചുറ്റിപ്പറ്റി ഒരു നഗരം നിലകൊള്ളുന്നു. എന്താലേ പണ്ടത്തെ രാജാവ് ശക്തൻ തമ്പുരാന്റെ ആ ഒരു രൂപകൽപ്പന. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 4 നടകളോട് ചേർന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ഓരോ സ്ഥലത്തോട്ടുള്ള റൂട്ടുകൾ ആരംഭിക്കുന്നത്. ഒരു നടയിൽ നിന്നും തുടങ്ങി അതേ നടയിൽ തന്നെ എത്തിച്ചേരുന്ന ഒരു റൗണ്ട്. തൃശ്ശൂർ ടൗണിൽ വരുന്നവരൊക്കെ തൃശ്ശൂർ റൗണ്ട് ഒന്നും ചുറ്റാതെ പോകാറില്ല. അത്രയും മനോഹരമായി ഈ റൗണ്ടും പ്രൗഢിയോടെ 4 നടകളായി 4 ഭാഗത്ത് നിൽക്കുന്ന വടക്കുംനാഥ ക്ഷേത്രവും. ഒരർത്ഥത്തിൽ ക്ഷേത്രത്തിൽ കയറിയില്ലെങ്കിലും തൃശ്ശൂർ ടൗണിൽ വരുന്നവരൊക്കെ വടക്കുംനാഥനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ ചൈതന്യം ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ വന്നത് പടിഞ്ഞാറേ നടയിൽ കൂടെയാണ്. എൻ്റെ ഒരു റൂട്ട് അതോ ആയതുകൊണ്ട് തന്നെ ഈ പടിഞ്ഞാറേ നടയുടെ ഭാഗത്താണ് ശ്രീമൂലസ്ഥാനമൊക്കെ ഉള്ളത്. ഈ പടിഞ്ഞാറേ നടയിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ വരികയാണെങ്കിൽ പടിഞ്ഞാറേ നട കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റോഡ് തന്നെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരു എൻട്രി കാണാം. അവിടെ അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ നടയിലോട്ട് എത്താം. ഇത് കണ്ടില്ലേ ശ്രീമൂലസ്ഥാനം. ഇതിനെ പറ്റിയുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കേരളം സൃഷ്ടിക്കപ്പെട്ട പരശുരാമന്റെ അഭ്യർത്ഥന പ്രകാരം മഹാശിവൻ കുടുംബസമേതം വന്നു എന്നും ഒരിടത്ത് വെച്ച് യാത്ര നിർത്തിയെന്നും ആ സ്ഥലമാണ് തൃശ്ശൂരിലെ ഈ ക്ഷേത്രമെന്നും ആ നിന്ന സ്ഥലമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയുടെ മുന്നിൽ ഒരു പടുകൂറ്റൻ, ഈ മരം കണ്ടില്ലേ, ഒരു പടുകൂറ്റൻ മരത്തിന്റെ അടിയിലുള്ള ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗം കൊച്ചിൻ രാജവംശമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ ചുറ്റമ്പലത്തിലോട്ട് മാറ്റിയത്. ഇന്നും വടക്കുംനാഥനിൽ തൊഴാൻ വരുന്നവർ ആ ശ്രീമൂലസ്ഥാനത്ത് വലം വെച്ചിട്ടേ ക്ഷേത്രത്തിൽ കയറാറുള്ളൂ. കൂടാതെ ഈ ശ്രീമൂലസ്ഥാനം ഈ അമ്പലത്തിലോട്ട് എത്തുന്നതിന് മുന്നേ പുറത്ത് റോഡ് സൈഡിലായിട്ട് ഗണപതി കോവിലുണ്ട്. അവിടെ വിഘ്നേശ്വരനാണല്ലോ. അപ്പൊ ഒരു തേങ്ങയൊക്കെ അടച്ച് വിഘ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ശ്രീമൂലസ്ഥാനത്ത് തൊഴുതിട്ടാണ് ഇവിടെ കയറാറ്. ഇതാണ് പടിഞ്ഞാറ് നടയിലോട്ട് ഞാൻ കയറുന്ന ഭാഗത്തുള്ള ഒരു ഷൂട്ടേജ് ആണിത്. അപ്പോ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ശിവപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിന് കൂത്തമ്പലം കൂടി ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു പിരമിഡ് രൂപത്തിൽ കാണുന്നില്ലേ, അതാണ് കൂത്തമ്പലം. കൂത്ത് സമയത്തൊക്കെയാണ് ഇവിടെ തുറക്കാറുള്ളൂ, ചാക്യാർ കൂത്ത് പോലെയുള്ള. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ശങ്കരാചാര്യരുടെ ഒരു പീഠമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ വഴി നേരെ കൂത്തമ്പലം കഴിഞ്ഞ് നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റമ്പലത്തിൽ കയറാൻ പറ്റും. ശിവന്റെ ഫ്രണ്ട് സൈഡിലുള്ള വ്യൂ ആണ്. അതായത് പടിഞ്ഞാറോട്ടായിട്ടാണ് ശിവൻ ഇരിക്കുന്നത്. നമ്മൾ പടിഞ്ഞാറേ നടയിലാണല്ലോ വന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ തന്നെ പാർവതി ദേവി ഉണ്ട്, പിന്നെ അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട്, പിന്നെ ശ്രീ ശങ്കരനാരായണൻ ഉണ്ട്, ശ്രീരാമനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തോട്ട് ഇറങ്ങാണ്. ചുറ്റമ്പലത്തിനൊക്കെ ഉള്ളിൽ കയറി ദർശിച്ച് പുറത്തോട്ട് ഇറങ്ങാണ്. ഇപ്പൊ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് വരാൻ തന്നെ ഒരു 1/2-3 മണിക്കൂർ ഏകദേശം പിടിക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രവും അമ്പലക്കുളവും അന്തരീക്ഷവും ഒന്നും വേറൊരു നാട്ടിലെ മാർബിൾ അമ്പലങ്ങളിൽ പോയാൽ കിട്ടില്ല. ഇവിടുത്തെ ക്ഷേത്രവും പ്രദക്ഷിണ വഴികളും തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഇതിൽ കൂടെ. ഇതാണ് അർജുനൻ വിൽക്കുഴി. ഇവിടുത്തെ തീർത്ഥത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ പോകുന്ന വഴിയിലെ ബോർഡുകളൊക്കെ ശ്രദ്ധിക്കുക. ഞാനിപ്പോ പടിഞ്ഞാറ് നടയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ പോകുന്ന വഴി ഒരുപാട് പടുകൂറ്റം നൂറ്റാണ്ടുകളായി നിൽക്കുന്ന പടുകൂറ്റം മുത്തശ്ശന്മാരായ വൃക്ഷങ്ങളെ കാണാം. വഴിയോരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നിലകൊള്ളുന്നത്, വൃക്ഷങ്ങളും. പോകുന്ന വഴി ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ല, ഇത് ഗോശാല കൃഷ്ണന്റെ അമ്പലമാണ്. പോകുന്ന വഴി ഇതുപോലെ ഒരുപാട് ഉപദേവതകളുണ്ട് പ്രദക്ഷിണ വഴികളില്. അങ്ങനെ ഞാൻ നേരെ നടന്നു പോവാണ്. യുനെസ്കോന്റെ ആർക്കിടെക്ചർ സർവേയിൽ ഇടം പിടിച്ചൊരു സ്മാരകം കൂടിയാണ് കേട്ടോ ഈ ക്ഷേത്രങ്ങൾ. അപ്പൊ നിങ്ങൾ ഭാരതപ്പുഴ, പാലക്കാട്, പൂങ്കുന്നം വഴി അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി, കാഞ്ഞാണി റൂട്ടിൽ വരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എത്തിച്ചേരുക ഈ പടിഞ്ഞാറ് നടയുടെ അവിടെയായിരിക്കും. ആദ്യം പടിഞ്ഞാറ് നടയാണ് കാണാൻ പറ്റുക. അപ്പൊ അവിടെ ഗണപതി കോവിൽ പോവുക, ശ്രീമൂലസ്ഥാനത്ത് വലം വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ നടയിൽ എത്തിച്ചേരാൻ പറ്റും. ഇനി നിങ്ങൾ തൃശ്ശൂർ ജില്ലയുടെ വടക്കേ ഭാഗത്തുള്ള സ്ഥലത്തേക്കൂടെയോ ഷൊർണൂർ ഭാഗത്തേക്കൂടെ ഒക്കെ വരികയാണെങ്കിൽ കിഴക്കേ നടയിലാണ് ദർശനം നടത്താൻ പറ്റുക. പടിഞ്ഞാറേ നടയിലും, ഞാൻ വന്ന പടിഞ്ഞാറേ നടയിലും കിഴക്കേ നടയിലും മാത്രമാണ് ഗോപുരം തുറക്കുള്ളൂ. നട തുറന്ന സമയമാണെങ്കിൽ വടക്കേ നടയും തെക്കേ നടയും തുറക്കാറില്ല. അപ്പോ ആ കിഴക്കേ നട എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് തേക്കിൻകാട് മൈതാനത്തിന്റെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അതിന്റെ ഓപ്പോസിറ്റ് പാർമേക്കാവ് ക്ഷേത്രമുണ്ട്, അവിടെയും പാർക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു ഭാഗത്താണ് ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിന്റെ മെയിൻ കുടമാറ്റം നടക്കുന്നത്. അപ്പൊ പാറമേക്കാവ് ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണനും അവരാണ് കൂടുതൽ മത്സരിച്ച് നടത്താറ്. വടക്കുംനാഥന് പൂരമില്ല. ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ഈ ഒരു വഴി കണ്ടില്ലേ, ഈ ഒരു വഴി കൂടി നിങ്ങൾക്ക് ചുറ്റമ്പലത്തിൽ കയറാം. ഈ ചുറ്റമ്പലത്തിൽ കയറുന്ന ഈ വഴിയുടെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലം കണ്ടില്ലേ, ആ അമ്പലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ നമ്മുടെ തുണിയുടെ നൂലൊക്കെ പൊട്ടിച്ചെടുത്ത് അവിടുത്തെ വിഗ്രഹത്തിന്റെ അവിടെയുള്ള ഒരു കോവിലിന്റെ അവിടെ കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ തീരുന്നു പറയാം. അപ്പൊ ആ ഒരു കുട്ടി അമ്പലത്തിൽ കയറാൻ നോക്കുക. ഈ വഴിയും നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ ഞാൻ വന്ന വഴിയിൽ പടിഞ്ഞാറ് വഴി സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ചുറ്റമ്പലത്തിൽ കയറാം. ഇതും ഒരു ചുറ്റമ്പലത്തിലോട്ട് കയറാനുള്ള വഴിയാണ്. അങ്ങനെ ഞാൻ നേരെ നടന്നു വരുമ്പോ ഇതാണ് വടക്കേ ഗോപുരം.
ഞാൻ പറഞ്ഞില്ല തുറക്കാറില്ല എന്ന് പറഞ്ഞ ഗോപുരമില്ലേ, അതാണ് വടക്കേ ഗോപുരം. ഈ വടക്കേ ഗോപുരത്തിന്റെ ഭാഗത്താണ് വടക്കുന്നാഥന്റെ അമ്പലക്കുളമായ പുഷ്കരണി, 2 പുഷ്കരണികളുണ്ട്. അപ്പൊ ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് പടിഞ്ഞാറേ നടയിൽ വന്നു കഴിഞ്ഞിട്ട് ആ ശ്രീമൂലസ്ഥാനമൊക്കെ കണ്ടില്ലേ, അവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വടക്കേ ഗോപുരത്തിന്റെ അവിടേക്ക് എത്താവുന്നതാണ്. അപ്പൊ അവിടുത്തെ പുഷ്കരണി, കാരണം കൂടുതൽ പേർക്ക് അറിയില്ല, കാരണം ഈ നട തുറക്കാറില്ല, ആരും അതിന്റെ ഫ്രണ്ടിൽ കൂടെ വരാറില്ല. അപ്പൊ നിങ്ങൾ പടിഞ്ഞാറേ നടയിൽ വന്ന് ആ പാർക്ക് ചെയ്യണ ഒരു ഭാഗത്തെ കൂടെ ഒന്ന് റൈറ്റ് തിരിഞ്ഞ് നടന്നു പോയി കഴിഞ്ഞാൽ കുളമൊക്കെ കണ്ട് നല്ല മനോഹരമായ കുളമാണ്. അതിന്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് മറ്റൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്, ലാലേട്ടന്റെ ഒന്നാം രാഗം പാടി. ഞാൻ പാടി ഉറപ്പിക്കുന്നില്ല, അവര് ലാലേട്ടനും പാർവതിയൊക്കെ വലം വെക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ നിങ്ങൾ ഏത് നടയിൽ കൂടെ വന്നാലും വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് അവിടേക്ക് തന്നെ എത്തിച്ചേരും. അതാണ് ഇവിടുത്തെ റൗണ്ടിന്റെ പ്രത്യേകതയും വടക്കുന്നതിന്റെ പ്രത്യേകതയും. ഒരിക്കലും വഴി തെറ്റി പോവില്ല. അപ്പോ ഈ ഗണപതി കോവിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ വേറൊരു തെക്കേ ഗോപുരം നട ഞാൻ കാണിച്ചു തന്നിട്ടില്ല. എന്നാലും ആ പടിഞ്ഞാറ നടയുടെ, നിങ്ങൾ വരുന്ന വഴിയാണെങ്കിൽ പടിഞ്ഞാറ നടയുടെ നിങ്ങളുടെ സൈഡിന്റെ റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ തെക്കേ ഗോപുര നടയുണ്ട്. ആ ഗോപുരത്തിന്റെ ഇതേപോലെ തന്നെ റോഡ് സൈഡിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. ഈ 2 മക്കളും റോഡിന്റെ ഭാഗത്താണ് ചെറിയൊരു കോവിലുള്ളത്. അതായത് അമ്പലത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ചുറ്റമ്പലത്തിന്റെ ഭാഗത്തോ പ്രദക്ഷിണ വഴിയിലൊന്നുമല്ല. പുറത്ത് 2 കോവിലുണ്ട്. ഒന്ന് ഗണപതി കോവിൽ പടിഞ്ഞാറൻ നടയുടെ റോഡ് സൈഡിൽ, തെക്കേ നടയുടെ റോഡ് സൈഡിലായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ഭാര്യമാരോട് കൂടിയാണ്, അതായത് ദേവസേനയും വല്ലിയോട് കൂടിയിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാലഭിഷേകമാണ് പ്രധാനം. ഷഷ്ടി തൈപ്പൂയൊക്കെയാണ് അവിടുത്തെ പ്രധാനം. അപ്പൊ ആ കോവിലുകളുണ്ട്. അപ്പൊ അങ്ങനെ പ്രദക്ഷിണ വഴിയിൽ ഗോശാല കൃഷ്ണനെ കണ്ടു. പിന്നെ വേറൊരു പ്രദക്ഷിണ ചുറ്റമ്പലത്തേക്ക് കയറാനുള്ള വേറൊരു വഴിയും കൊണ്ട് അങ്ങനെ ഞാൻ നേരെ പോവാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് വടക്കുന്നാഥന് പൂരം അല്ലെങ്കിൽ മറ്റ് ദേശങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് പൂരത്തിന് ആനകളെ കൊണ്ടുവന്ന് ഉത്സവം നടത്താറ്. ഈ മണ്ണിലാണ് നടത്താറ് മറ്റ് ദേശങ്ങളിലത്തെ. പിന്നെ പാറമേക്കാവ് ക്ഷേത്രവും തിരുമാടി ശ്രീകൃഷ്ണനാണ് സെപ്പറേറ്റ് മേളവാദ്യങ്ങളോടും മാനിച്ചമയത്തോടും കൂടി തൃശ്ശൂർ പൂരം നടത്തുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ മെയിൻ പോയിന്റ് തന്നെയാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം. പിന്നെ ജാതിമത ഭേദം തന്നെയാണ്. ഇതിന്റെ പുറത്തൊരു ചുറ്റുപാടുള്ള അന്തരീക്ഷം ഉണ്ടല്ലോ, ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഒരു തെക്കേ ഗോപുരം എന്ന് പറഞ്ഞില്ലേ തുറക്കാത്ത, വടക്കേ ഗോപുരം നമ്മൾ കണ്ടു തുറക്കാത്ത, പക്ഷെ അവിടെ പുറത്തിരിക്കാൻ സ്ഥലമില്ല. തെക്കേ ഗോപുരത്തിന്റെ അവിടെയാണ് നമ്മൾ വ്ളോഗ്സിലും വീഡിയോസിലും ഒക്കെ കാണുന്ന വണ്ടികൾ പോകുന്ന മുനിസിപ്പൽ സ്റ്റാൻഡ് കാണും ഓപ്പോസിറ്റ്. ആ തെക്കേ ഗോപുരത്തിന്റെ അവിടെ തുറക്കാത്തോണ്ട് തന്നെ അവിടെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്തൊക്കെ ആൾക്കാർ ജാതിമത ഭേദമന്യേ വന്നിരിക്കാറുണ്ട്. അവിടുത്തെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം അത് വേറെ ലെവലാണ്. യുനെസ്കോ ലിസ്റ്റിൽപ്പെട്ട പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം, നാലോണത്തിനുള്ള പുലിക്കളി ഒക്കെയുള്ള ഒരു മണ്ണിലെ പ്രധാന ക്ഷേത്രം കൂടിയാണ് ഈ വടക്കുന്നാഥൻ. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിയിൽ വേറൊരു നട കണ്ടില്ലേ, ഇതാണ് കിഴക്കേ നട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേക്കിൻകാട് മൈതാനവും പാറമേക്കാവ് ക്ഷേത്രം ഒക്കെ ഓപ്പോസിറ്റ് വരുന്ന ഒരു നടയാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഷൊർണൂർ ഭാഗത്ത് വടക്കേ ഭാഗത്തെ കൂടെ ഒക്കെ വരികയാണെങ്കിൽ പാറമേക്കാവ് ദേവസ്ഥത്തിലോ അല്ലെങ്കിൽ ഈ നടയുടെ ഭാഗത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. തേക്കിൻകാട് മൈതാനത്തിന് പാർക്കിംഗ് ഉണ്ട്. ഇവിടെയാണ് പൂരം എക്സിബിഷൻ ഒക്കെ നടത്താറ്. ഇവിടെയാണ് പ്രശസ്തമായ കുടമാറ്റം, പാറമേക്കാവും തിരുവമ്പാടി വിഭാഗത്തിന്റെയും പ്രശസ്തമായ കുടമാറ്റം നടത്തുന്നത് ആ ഭാഗത്താണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ വടക്കേ തേക്ക് ഗോപുരത്തിന്റെ പുറത്തിരിക്കുമ്പോൾ കിട്ടുന്ന, വടക്കേ ഗോപുരമല്ല തെക്കേ ഗോപുരത്തിന്റെ പുറത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം എന്റെ ഗഡികളെ. അപ്പൊ പോകുന്ന വഴിക്ക് സിംഹോദരന്റെ മറ്റൊരു ഉപദേവത ക്ഷേത്രം ഉണ്ട്. പിന്നെ ആ ഗോപുരം എന്ന് പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് സായാഹ്നങ്ങളിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിന്റെ ഗോപുരത്തിന്റെ പുറത്ത് ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും. ജോലി കഴിഞ്ഞ് ഈ ഭാഗത്തെ കൂടെ പോകുന്നവര്, വിദ്യാർത്ഥികള്, ക്ഷേത്രത്തിൽ വന്നവര്, തേക്കിൻകാട് മൈതാനിയിൽ വന്നവര്, പല ആവശ്യങ്ങൾക്ക് ടൗണിൽ വന്നവര്, സ്ഥിരമായിട്ട് വരുന്നവര്. ജയസൂര്യയുടെ പുണ്യാളൻ അഗർബത്തി സിനിമയിൽ പറഞ്ഞ പോലെ എന്തേലും വിഷമം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും. അപ്പൊ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു തുറക്കാത്ത ഗോപുരം, ഇപ്പൊ നിങ്ങൾ പടിഞ്ഞാറ നടയിലാണ് വന്നിരിക്കുന്നെങ്കിൽ റൗണ്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല നടകളും നിങ്ങൾക്ക് പോകുന്ന വഴി കാണാം. കിഴക്കേ നട കാണാം. കിഴക്കേ നട കഴിഞ്ഞ് വീണ്ടും തിരിയുമ്പോൾ തെക്കേ നട കാണാം. ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, ഈ ഒരു പോയിന്റിൽ കയറി നിന്ന് സ്റ്റെപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ രാമേശ്വരത്തിൽ തൊഴുന്ന അതേ ചൈതന്യം ഫീൽ കിട്ടുന്നതാണ് പറയപ്പെടുന്നത്. അതാണ് വിശ്വാസം. ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വൃക്ഷങ്ങളും അന്തരീക്ഷവും ഒരു പോസിറ്റീവ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ആത്മീയതയ്ക്കപ്പുറം തന്നെ ഒരു മനഃശാന്തിയാണ് ഈ അമ്പലത്തിൽ പോകുന്ന വഴിക്ക്. ഇതാണ് തെക്കേ നട. ഇതിന്റെ ഗോപുരത്തിന് പുറത്താണ് ഞാൻ ആൾക്കാരൊക്കെ ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലം. ഇവിടെ കൊടുങ്ങല്ലൂർ അമ്മയുണ്ടെന്നാണ് വിശ്വാസം. ഈ നട എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന് സമയത്ത് ഒരു ചടങ്ങുണ്ട്, കോട്ടിറക്കം. ആ സമയത്താണ് ഈ നട തുറക്കാറ്. എഴുന്നള്ളിച്ച് ആനപ്പുറത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇതാണ് തെക്കേ ഗോപുര നട.
ഇവിടെ വരുമ്പോഴുള്ളൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. വിദേശത്തടക്കം ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രമാണ് എൻ്റെ വടക്കുന്നാഥൻ. ഇവിടുത്തെ വൈബ് അത് വേറെ ലെവലാണ്. ആത്മീയതയ്ക്കും വിശ്വാസത്തിനപ്പുറം എന്തൊരു ശക്തിയാണെന്നറിയാം എൻ്റെ വടക്കുന്നാഥന്. നമ്മളിപ്പോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അമ്പലത്തിൽ പോകുന്നുണ്ട്, എന്നാലും നമുക്ക് അതിനൊക്കെ അപ്പുറം എന്തെങ്കിലും നിരാശയോ ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് മാറ്റിക്കളയും പുള്ളി. ഈ ഒരു ഭാഗം കണ്ടില്ലേ, നേരത്തെ രാമേശ്വരം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കയറി നിന്ന് തൊഴുത തൃശ്ശൂരിലെ മറ്റൊരു ക്ഷേത്രമായി ഊരകത്തമ്മേനെ തൊഴുതൊരു പ്രതീതി എന്നാണ് പറയുന്നത്. ഈ ഒരു തറ കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം എഴുതാൻ പാടില്ല. ഓം ഹരിശ്രീ ഗണപതായ നമാന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിദ്യാധനം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ആ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ കിരാതമൂർത്തി കാണാം. അപ്പൊ ഇവിടെ വന്ന് തൊഴുതാലുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയും പുള്ളിക്കാരൻ. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കി കളയും. അത് പറഞ്ഞിട്ട് തരാൻ പറ്റുന്നില്ല, കാരണം എനിക്കത് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ എപ്പോ വന്നാലും ഒന്ന് റിഫ്രഷ്, ഒന്ന് മനസ്സിനൊരു ശാന്തി കിട്ടാൻ കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ വരാറ്. അപ്പൊ ഇതിന്റെ ഗോപുരത്തിന്റെ അടുത്ത് വന്നാൽ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്. ഇപ്പൊ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ മഹാശിവരാത്രിയും ഒന്നാണ്. കർക്കിടക 1 ആനയൂട്ടൊക്കെ ഭയങ്കര പ്രശസ്തമാണ്. മഹാശിവരാത്രിക്ക് 1,00,000 ദീപങ്ങൾ തെളിയിക്കുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ പാലഭിഷേകവും നെയ്യഭിഷേകവും മുടങ്ങാണ്ട് കണ്ടിന്യൂസ് ഉണ്ടാവും. ദിവസം രാത്രി നട അടക്കില്ല. പിന്നെ മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം, ഏപ്രിൽ മെയ് ടൈമിലൊക്കെയാണ് തൃശ്ശൂർ പൂരം വരിക. പിന്നെ ഇവിടുത്തെ ടൈമിങ് 4 മണി തൊട്ട് 11 മണി വരെയാണ്. ഇത് കണ്ടില്ലേ, ശങ്കരാചാര്യർക്ക് ആത്മശാന്തി കിട്ടിയ സ്ഥലമാണ്. ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിന് ചുറ്റും കുറെ പെയിന്റിങ്സ് ഒക്കെ കാണാം. ശങ്കരാചാര്യർക്ക് ആദിശങ്കരൻ എന്നാട്ടോ പറയാ ജ്ഞാനോദയം കിട്ടിയത്. അപ്പൊ ഇവിടുന്ന് തൊഴുത് വൈകുന്നേരം 5 മണി തൊട്ട് 8:20 വരെ ആട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ തൊഴുത് ആ വെഹിക്കിൾ പാർക്ക് ചെയ്ത റോഡിൽ നിന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, നമ്മുടെ തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ക്ഷേത്രം. അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഒരു ഗണപതി കോവിലുണ്ട്. ഇത് തമിഴ് ബ്രാഹ്മണന്മാരുടെ വകയുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ്. അങ്ങനെ ഈ ക്ഷേത്രം നമ്മുടെ റൗണ്ടിലല്ല കേട്ടോ, നമ്മുടെ തൃശ്ശൂർ പൂരം നടത്തുന്ന പ്രധാന ക്ഷേത്രമാണ്. വെടിക്കെട്ടും കുടമാറ്റ മത്സരമൊക്കെ പാർമേക്കാവിന്റെ കൂടെ മത്സരിച്ച് നടത്തുന്ന ഒരു ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണനാണ്. പോകുന്ന വഴിക്ക് വടക്കേ വഴിക്കാണ് കാണുന്നത്. പോകുന്ന വഴി ഇപ്പൊ ശക്തന്തപുരം പാലസ് ആട്ടോ നേരത്തെ കാണിച്ചത്. പോകുന്ന വഴിക്ക് തന്നെ വടക്കേ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് ചിന്മയ മിഷന്റെ ഒരു അമ്പലമുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്താൽ മതി, നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ അമ്പലത്തിലും കൂടി തൊഴുത്. അപ്പൊ നമ്മൾ 3ാമത്തെ ക്ഷേത്രത്തിലാണ് എത്തുന്നത്. പിന്നെ തിരുവമ്പാടിയുടെ ആ വഴിക്കുള്ള ഒരു കുളമാണ് കേട്ടോ. കൊച്ചിൻ ദേവസ്വത്തിന്റെ ചിറയാണ്, തൃശ്ശൂർ പൂരത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ചിറയാണ്. ഇതൊക്കെ വടക്കേ ഭാഗത്താണ് ഉള്ളത്, വടക്കേ സ്റ്റാൻഡിന്റെ ഭാഗത്താണ് ഉള്ളത്. പടിഞ്ഞാറ നട കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പടിഞ്ഞാറ നട സ്ട്രൈറ്റ് പോയി തിരുവമ്പാടി എത്തി. തിരുവമ്പാടിയിൽ നിന്ന് നമ്മൾ ചിന്മയ മിഷന്റെ നവഗ്രഹങ്ങളുടെ ക്ഷേത്രമാണ്, അവിടേക്ക് എത്തി. പോകുന്ന വഴിക്ക് ഈ ബിൽഡിംഗ് കണ്ടില്ല, വിവേകോദയം ഹൈസ്കൂൾ. ഇവിടെയാണ് ആനച്ചമയം ഉണ്ടാവാറ് തൃശ്ശൂർ പൂരത്തിന്റെ തലേദിവസം 2 ദിവസം മുന്നേ. അങ്ങനെ നമ്മൾ നേരെ പാറമേക്കാവ് ക്ഷേത്രത്തിലെത്താണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ പറ്റി ഒരു ചരിത്രമുണ്ട്. ടിപ്പു സുൽത്താൻ വന്ന ആക്രമിക്കപ്പെട്ടപ്പോ അടുത്തുള്ള 15 കിലോമീറ്റർ അകലെയുള്ള എടക്കളത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ നേരെ പാറമേക്കാവിൽ അമ്മയുടെ അടുത്തെത്തി. സ്വരാജ് റൗണ്ടിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആണ് കിഴക്കേ നട വടക്കുന്നാഥന്റെ. ഇത് ആറാട്ട് കടവാണ്. കിഴക്കേ നടയുള്ളത് ഓപ്പോസിറ്റ്. അവിടെയാണ് ഈ ഭാഗത്താണ് കുടമാറ്റം നടത്താറ്. പിന്നെ അതിന് മുമ്പാണ് ശക്തൻ തമ്പുരാൻ പാലസ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾ. പിന്നെ ഒരു കുളമൊക്കെ കണ്ടു, പാറമേക്കാവിന്റെ കുളമൊക്കെ കണ്ടല്ലോ. അത് പക്ഷേ ശാന്തിക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ആറാട്ട് കടവാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് കിഴക്കേ നട വടക്കുന്നാഥന്റെ. ഇതിന്റെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഈ ഓപ്പോസിറ്റ് കയറി കഴിഞ്ഞാൽ എൻട്രൻസുള്ള ഒരു ഭാഗമാണ് വടക്കുന്നാഥന്റെ. അപ്പൊ നിങ്ങൾ ഈ ഭാഗത്തോടെ വരികയാണെങ്കിൽ പാറമേക്കാവിൽ അമ്മേനെ തൊഴാം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതിട്ടില്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കടന്നു കഴിഞ്ഞാൽ ആ നടയിലൂടെയും തുറക്കാൻ പറ്റും. അപ്പൊ തൃശ്ശൂർ ടൗണിൽ എത്തുമ്പോൾ ഈ 4 ക്ഷേത്രങ്ങൾ ഒരു വഴിക്ക് നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഒപ്പം ഇവിടുത്തെ മനോഹരമായ അന്തരീക്ഷം ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ കണ്ട് പോകുമ്പോൾ തൃശ്ശൂരിലെ ഫേമസ് തിയേറ്റർ രാഗം തിയേറ്റർ ഒക്കെ ഉണ്ട്. ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഒരു ഫോട്ടോസ് ആട്ടോ കുറച്ച്. അങ്ങനെ പോകുന്ന വഴിക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരത്തിന്റെ ഭാഗത്തുള്ള പുഷ്കരണി ആട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള കുളം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.